കോഴിക്കോട് കൂടരഞ്ഞിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിൽ എത്തിച്ചു. പുലിയെ പരിശോധിച്ച ശേഷം എങ്ങോട്ട് മാറ്റുമെന്ന് തീരുമാനിക്കും. എ.കെ. അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ പുലിയെ പിടികൂടിയിരിക്കുന്നു. ഈ കൂട്ടിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെടുകയായിരുന്നു. ശൗര്യമുള്ള പുലിയാണ് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ഉൾക്കാട്ടിലേക്ക് പറഞ്ഞുവിടാനാകുമോ? നാട്ടുകാർ അത്തരത്തിൽ അത് സമ്മതിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടെ അറിയാനാകുന്നത്? സ്മൃതി, കഴിഞ്ഞ 3 ആഴ്ചയായി കൂടരഞ്ഞി മേഖലയിൽ വലിയ തരത്തിൽ ഭീതി വിതച്ച പുലിയാണ് ഇപ്പോൾ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത്. ആ കൂട് ഇതാ ഇപ്പോൾ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ്ട് 3 വയസ്സ് പ്രായമുള്ള ഒരു ആൺപുലിയാണ് ഉള്ളത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ആദ്യമായി കണ്ടെത്തുന്നത്. അന്ന് ഈ ആടിനെ തീറ്റിക്കാൻ പോയ ഒരു സ്ത്രീയാണ് ഇത്തരത്തിലൊരു അജ്ഞാത ജീവി അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ ക്യാമറയൊക്കെ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിയെങ്കിൽ പോലും പുലി ഈ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കടുവാ ഭീതി കൂടി ഈ മേഖലയിൽ ഉയർന്നിരുന്നു. കാരണം ഇത് കടുവയാണ് എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. ഏതായാലും പിന്നീട് അതിനുശേഷമാണ് കൂട് സ്ഥാപിക്കുകയും ആ കൂടിന് സമീപത്ത് ഏതാണ്ട് 2 കിലോമീറ്റർ അടുത്തായി ഒരു മാനിൻ്റെ ജഡം, അതായത് ഈ ജീവി ഭക്ഷിച്ചതിന് ശേഷമുള്ള മാനിൻ്റെ ജഡം കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷം കൂട് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. ആ കൂട്ടിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ 3 വയസ്സ് പ്രായമുള്ള പുലിയെ കുടുങ്ങിയിരിക്കുന്നത്. ഏതായാലും ആ പുലി ഇന്ന് രാവിലെ തന്നെ RRT വളണ്ടിയർമാർ അവിടെ എത്തുകയും ഈ പരിശോധിച്ചതിന് ശേഷം ഈ പുലിയെ കൂടുകൂടി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്, റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് വെറ്റിനറി സർജൻ പരിശോധിച്ചതിന് ശേഷം ഈ പുലിക്ക് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതോ ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും പുലിയെ എന്ത് ചെയ്യണമെന്നുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കാട്ടിൽ തുറന്നു വിടില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ RRT സംഘം അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തൃശ്ശൂരിലേക്കോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലത്തേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്, മൃഗശാലയിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വനവകുപ്പ് എത്തിച്ചേരുക. ശരി, എ.കെ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.